നമുക്കിനി വയനാട്ടിലേക്ക് പോകാം. സുൽത്താൻ ബത്തേരിയിൽ പുതുമുഖത്തെ പരിഗണിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. നിലവിലെ MLA ആയ IC ബാലകൃഷ്ണന് പകരം മറ്റൊരാളെ പരിഗണിക്കാനാണ് സാധ്യതയെന്ന് അറിയുന്നു. DCC മുൻ ട്രഷറർ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായതോടെയാണ് IC ബാലകൃഷ്ണന് പകരക്കാരനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതേസമയം കുറിച്യ വിഭാഗത്തെ മാത്രം പരിഗണിക്കുന്നതിൽ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുമുണ്ട്. ബത്തേരി സീറ്റ് ആവശ്യപ്പെട്ട കുറുമ വിഭാഗവും രംഗത്തെത്തിയത് കോൺഗ്രസിന് മുന്നിൽ പുതിയ വെല്ലുവിളി സൃഷ്ടിക്കുകയാണ്. ദീപക് മോഹനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. ദീപക് മോഹൻ, ഇതിൽ നമുക്കറിയാം NM വിജയന്റെ മരണം ഉണ്ടാക്കിയ പ്രതിസന്ധി അത് ഇപ്പോഴും കോൺഗ്രസിനെ വേട്ടയാടുന്നുണ്ട്. IC ബാലകൃഷ്ണനെ മാറ്റുമെന്ന് അറിയുന്നു. അങ്ങനെയെങ്കിൽ പകരം ആര്? ആ ചർച്ചകൾ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്? വിനീത, നമുക്കറിയാം സുൽത്താൻ ബത്തേരി മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണ്. മണ്ഡല രൂപീകരണത്തിന് ശേഷം അന്നു മുതൽ ഇന്ന് വരെ അതിപ്പോഴും കോൺഗ്രസിന്റെ കയ്യിൽ തന്നെയാണ് ഭദ്രമായിരിക്കുന്നത്. പക്ഷെ അതേസമയം ഇത്തവണത്തെ സിറ്റിംഗ് MLA IC ബാലകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അടുത്ത തവണയും താൻ തന്നെ വരും എന്നുള്ളൊരു പ്രതീതി മണ്ഡലത്തിൽ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് വലിയ അതൃപ്തിയുണ്ട്. കാരണം 3 തവണയായി MLA ആയ ആളായിരുന്നു IC ബാലകൃഷ്ണൻ. ഇത്തവണ ഇനി മറ്റൊരു പുതുമുഖത്തെ തേടണമെന്നൊരു ആവശ്യം കോൺഗ്രസിലെ ഒരു വിഭാഗം ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിഗണന ആർക്കായിരിക്കും എന്നതിനെപ്പറ്റി നേതൃത്വം കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുന്നു. ഉചിതമായ അല്ലെങ്കിൽ അനുയോജ്യനായ ഒരു സ്ഥാനാർത്ഥിയെ എത്രയും വേഗം കണ്ടെത്തണമെന്നുള്ളൊരു ആവശ്യം കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. കാരണം ഷെഡ്യൂൾ ട്രൈബിന്റെ സീറ്റ് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണയൊക്കെ തന്നെ കുറിച്യ വിഭാഗമായി, അതായത് IC ബാലകൃഷ്ണന്റെ കുറിച്യ വിഭാഗത്തിൽ നിന്നുള്ളൊരു പ്രതിനിധി ആയിരുന്നു പിന്നീട് MLA ആയി ജയിച്ചത്. എന്നാൽ ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന സമയത്ത് ഈ കുറിച്യ വിഭാഗത്തിനേക്കാൾ ഉപരിയായി കുറുമ വിഭാഗത്തെ പരിഗണിക്കണം എന്നുള്ളൊരു കാര്യം കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും സുൽത്താൻ ബത്തേരിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ഉറച്ച മണ്ഡലമാണ്. ഇത്തവണ കോൺഗ്രസിൽ മറ്റൊരു പുതിയൊരു വ്യക്തി അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായി പുതിയൊരു മുഖത്തെ കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യം കോൺഗ്രസിലെ യൂത്ത് വിംഗ് വിഭാഗം അടക്കം ആവശ്യപ്പെടുന്നു. അതോടൊപ്പം DCC മുൻ ട്രഷറർ ആയിരുന്ന NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട 2ാം പ്രതിയാണ് IC ബാലകൃഷ്ണൻ MLA. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഇതിന്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ കൂടുതൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന സമയത്ത് അത് പാർട്ടിക്ക് തിരിച്ചടിയാകുമോ എന്നുള്ളൊരു കണക്കുകൂട്ടലും നേതൃത്വം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് ഇപ്പോൾ തേടുന്നു, അല്ലെങ്കിൽ പുതിയ മുഖത്തിനായുള്ള ഒരു തിരച്ചിൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. വിനീത, ശരി. ദീപക് മോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. IC ബാലകൃഷ്ണൻ മത്സരിക്കുന്നില്ലെങ്കിൽ പകരം ആര്? IC ബാലകൃഷ്ണനെ പരിഗണിച്ചില്ലെങ്കിൽ പകരം ആര് എന്ന ചോദ്യം തന്നെയാണ്. ചർച്ചകൾ നടക്കുന്നു സജീവമായി. ദീപക് മോഹൻ വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.